ഒരു വെറൈറ്റി ചെമ്മീൻ ഫ്രൈ ആണെന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റ് ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെക്കുക. എന്നിട്ട് ഒരു ഇർക്കിളി എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കുത്തിയിട്ട് ലെവലാക്കി നിർത്തണം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കുള്ള മസാലകൾ, ആദ്യം മുളക് പൊടി, ലേശം കുരുമുളക് പൊടി, കോൺഫ്ലവർ, സോയാ സോസ്, ഒരു കോഴിമുട്ട, ലേശം ഉപ്പ്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നേരെ നമുക്ക് ചെമ്മീനിലേക്ക് ഒഴിക്കാം. അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ ഒന്ന് ചെമ്മീനിലേക്ക് പിടിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. വെന്തെന്ന് ഉറപ്പ് വരുത്താം. ആ വെളിച്ചെണ്ണയിൽ തന്നെ പിന്നെ ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കണം. അപ്പോൾ അതിൽ ലേശം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. അടുത്ത് വല്യുള്ളി ചതുരത്തിൽ അരിഞ്ഞെടുത്ത് കുറച്ചിട്ടെടുക്കുക. വല്യുള്ളി ജസ്റ്റ് ഒന്ന് വാടണം കേട്ടോ. ഓവറായിട്ട് ഗോൾഡൻ ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് ഒന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് സോയാ സോസ് ഒഴിക്കാം. 1 ടീസ്പൂണ്, 2 ടീസ്പൂണ് ചില്ലി സോസ്, 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ലേശം കുരുമുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം. 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഗ്രേവി ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. ലേശം പഞ്ചസാര ഇട്ടാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ കൺസിസ്റ്റൻസിയിലെത്തിയാൽ ലേശം സ്പ്രിംഗ് ഓനിയനും മല്ലിച്ചപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ശേഷം ഈ ഗ്രേവി എടുത്തിട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കുക. ഗാർണിഷിന് വേണ്ടി ലേശം ചപ്പും ചില്ലി ഫ്ലെക്സും ഇട്ടെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി വെളുത്ത
എള്ളു ഇട്ട് കൊടുക്കുക. അതോടെ പരിപാടി കഴിഞ്ഞു. സാധനം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ പെങ്ങളെ മോനുണ്ട്, അപ്പോൾ അവനാണ് ചെയ്യുന്നത്. സാധനം നമ്മൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ശരി, ബൈ. എങ്ങനെ